നമ്മളെ ആദ്യമായിട്ട് നമ്മൾ ആദ്യമായി സ്വന്തമാക്കിയ കുറെ സാധനങ്ങളോട് നമുക്ക് ഭയങ്കര അട്രാക്ഷൻ ഉണ്ടാവില്ലേ, ഭയങ്കര സ്നേഹം ഉണ്ടാവില്ലേ? അത്തരത്തിലുള്ള കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ നിരത്തി വെച്ചേക്കുന്നത് അല്ലെ. ആദ്യത്തെ ലാപ്ടോപ്പ് ഇത് ആക്ച്വലി ഞാൻ വ്ളോഗ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ കേരള ടു നേപ്പാൾ ട്രിപ്പ് വരുന്നു, ക്യാഷ്ലെസ് മണി. അപ്പൊ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പം ക്യാഷ്ലെസ് ആയിട്ടോ ഞാൻ അതാണ് ആ ചോദ്യം ആൾക്കാർ ചോദിച്ച ചോദ്യം, ക്യാഷ്ലെസ് ആയിട്ടോ നീ പൈസ എടുത്ത് ATM കാർഡൊക്കെ എടുത്ത് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹിച്ച് ഹൈക്കുന്നതായിരുന്നു. അപ്പൊ ആ സമയത്ത് ഹിച്ച് ഹൈക്കിങ് എത്ര പ്രചാരത്തിൽ ഇല്ലാത്തൊരു സമയം. ഒരു ക്രോസ് കൺട്രി ഹിച്ച് ഹൈക്കുന്നു, ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തേക്കും. ആൾക്കാർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ യൂട്യൂബ് എന്നൊരു സംഭവം ഉണ്ട്. എനിക്ക് അതിൽ വരുമാനം വരുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെയാണ് ഞാൻ എന്ത് OLX 7000 രൂപക്ക് ഇരിക്കൂറില് ഒരു മാഷെടുന്ന് വാങ്ങിയ ഒരു ലാപ്ടോപ്പ്. ഇതിന്റെ അവസ്ഥ ഉണ്ടോ? ഇതിങ്ങനെയുണ്ട്. ഇത് മാത്രല്ല, ഈ ഡിസ്പ്ലേന്റെ ഷോർട്ടാണ്. അപ്പൊ ഇതിന് 2GB റാം എങ്ങാണ്ടുള്ളൂ. അപ്പൊ എന്നേരം 5 മിനിറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. 5 മിനിറ്റ് വീഡിയോ ഏകദേശം അരമണിക്കൂർ 1 മണിക്കൂർ ടൈം എടുക്കും റെൻഡറിംഗ് ഒക്കെ. പിന്നീട് ആൾക്കാർ ഓരോ ട്രിപ്പിൽ ഇങ്ങനെ വീഡിയോ കൂട്ടുന്നത് മറ്റേ 30 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഒരു 6-7 മണിക്കൂർ എടുക്കും. ആ 30 മിനിറ്റ് റെൻഡർ ചെയ്യാൻ വേണ്ടി മാത്രം. റെൻഡർ വെച്ചാൽ 30 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ 5 മിനിറ്റ് കട്ട് ചെയ്ത് മെമ്മറി കുറച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യുക. ആ സമയത്ത് അങ്ങനെയാണ്. ഇപ്പൊ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് മേക്കാണ്. പിന്നെ ഇതായിരുന്നു എന്റെ ഒരു ക്യാമറ. ഇതെനിക്ക് ഒരു ഷിയാസ്ക മെട്രോ ട്രാവൽസിന്റെ ഷിയാസ്കാണ് എനിക്ക് തന്നത്. ഇതാണ് 2020 2019 കാലഘട്ടം. അപ്പൊ ഇതിങ്ങനെ എടുത്തിട്ട് ഞാൻ ആഫ്രിക്കയിൽ മസായിമാരയിലൊക്കെ പോയിട്ട് ഞാൻ ഇതിനെ കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമറയിൽ പതിഞ്ഞ ഒരുപാട് നല്ല നല്ല രംഗങ്ങളുണ്ട്. 4K എന്നല്ല 1080 ആയിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇതൊക്കെ ഞങ്ങളുടെ പഴയ ഫോണാണ്. ഇത് ഇല്ല, ഞാൻ എന്റെ പഴയ സാധനങ്ങള് ചാടല് വളരെ കുറവ്. പിന്നെ ഒരു iPhone 6 ഉണ്ട്. കേരള ടു നേപ്പാൾ സീരീസിൽ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ്. അത് ഇപ്പൊ അതിന്റെ ചാർജറിന്റെ കണക്റ്റഡ് കംപ്ലൈന്റ് ആയിട്ട് കൊണ്ടാക്കിയിരുന്നു. ഇത് ഉപ്പാണ്ടതോ ഇതൊക്കെ ഉപ്പ കൊണ്ടുവന്നാണ്. സോണിയുടെ ക്യാമറ. ഇതില് ഞാൻ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പണ്ട് കാലത്ത്. ഉപ്പ പിന്നെ ഗൾഫിൽ നിന്ന് പണ്ട് കൊണ്ടുവന്ന ഇതൊക്കെ ഞങ്ങളുടെ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു മെമ്മറി. പുതിയ തലമുറക്ക് അറിയില്ല ഇതിന്റെ ഒക്കെ ഒരു വില എന്താണെന്നല്ലേ. ഇതും അങ്ങനെ തന്നെ ക്യാമറ. അതൊക്കെ ഉപ്പ കൊണ്ടുവന്നെയാണ്. ശരി, ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനം കാണുന്നത്. ഞാനും ഇതൊക്കെ വരുമ്പോഴാണ് നമ്മൾ കാണുന്നത് പണ്ടത്തെ ബാറ്ററി. ചില സമയത്ത് എനിക്ക് സൂക്ഷിച്ചിരിക്കാൻ കാര്യം എന്താ, നമ്മളൊരിക്കലും നമ്മൾ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ല. നമ്മൾ എത്ര വല്ല ഹൈ ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഒന്നും അല്ലാത്ത സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മനുഷ്യരുണ്ട്. അവരുമായിട്ടൊക്കെ ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ പറ്റുന്ന പോലെ കൊച്ചു സന്തോഷങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരെക്കാൾ നമ്മൾ ഒന്നും അല്ലാത്ത സമയത്ത് വന്ന ആൾക്കാരെ ഇഷ്ടം. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് നിങ്ങൾ ഈ കണ്ടത്. മനസ്സിലായി? നമ്മളെ സ്നേഹിക്കുന്നതെന്ന് മാത്രല്ല, എന്റെ ചവിട്ടുപടിയുടെ എന്താ പറയാ ഓരോ സ്റ്റെപ്പുകൾ ഇതൊക്കെ മനസ്സിലായി. ഓരോ ഓർമ്മകളാണ് നമ്മൾ ആ സമയത്തുള്ള. ഓക്കെ.